മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകരുടെ ഒരാൾ ശ്രീ സത്യൻ അന്തിക്കാട് നമുക്കൊപ്പമുണ്ട്. ശ്രീ സത്യൻ അന്തിക്കാട്, ഓണാശംസകൾ. താങ്ക് യു സെയിം ടു യു. അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞങ്ങളിപ്പോൾ വായിക്കുകയായിരുന്നു ഇവിടെ. പൂജ, അതെ, ഇപ്പോൾ നമ്മളുടെ ആസിഫ് അലി ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കിഷ്കിന്ധാകാന്ഡം, അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് കാണുമ്പോഴും ഒരു പക്ഷേ സിനിമയെ എത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സന്തോഷമുണ്ട്. ആ രീതിയിൽ തന്നെയാണോ സാർ ഇപ്പോൾ മലയാള സിനിമ ഒരു തകർച്ചയുടെ വക്കിലേക്കാണോ എന്നുള്ള മാധ്യമ വാർത്തകളിൽ ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു ആത്മവിശ്വാസം താങ്കൾ ഈ സിനിമ കണ്ടതിന് ശേഷം പങ്കുവെക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ, ഞാൻ അതിൽ എഴുതിയ വാക്കുകളുടെ ആഹ്ലാദത്തെക്കാൾ കൂടുതൽ ആശ്വാസം എന്നാണ്. കാര്യം നമുക്കറിയാലോ, ആവശ്യത്തിലധികമായി ഒക്കെ ഒരു മൊത്തത്തിലൊരു ഒരു ഒരു പ്രചാരം സിനിമയ്ക്ക് എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആശങ്കപ്പെട്ടിരുന്നത് ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് ആളുകൾക്ക് തിയേറ്ററിലേക്ക് വരാൻ മടി തോന്നുമോ എന്നൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സിനിമ കണ്ടത്. എനിക്കൊരു മുൻപരിചയമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ജിൻജിത്തായിട്ടും അല്ലെങ്കിൽ ഇതിന്റെ തിരക്കഥാകൃത്തായിട്ടും ഒന്നും എനിക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ വളരെ ഒരു മുൻവിധിയില്ലാതെയാണ് പോയി കണ്ടത്. പക്ഷെ തിയേറ്ററിൽ ചെന്നപ്പോൾ എനിക്ക് സന്തോഷമായത് ഒരു മുക്കാഭാഗത്തിനൊക്കെ കൂടുതൽ, അതായത് ഒരു 1-2 റോ ഒഴിച്ച് ബാക്കിയെല്ലാം ഉച്ചയ്ക്കുള്ള ഷോയ്ക്ക് പോലും ഫുള്ളായിരുന്നു. സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ അത് അതിശയിപ്പിച്ചു എന്ന് പറയും. കാരണം ഒരു നല്ല സിനിമയുടെ ഒരു വീണ്ടും ഒരു സംസ്കാരം മലയാള സിനിമയ്ക്ക് വന്ന ഒരു രീതി എനിക്ക് തോന്നി. ഇപ്പൊ നമുക്കറിയാലോ, ട്രെൻഡുകളുടെ പുറകെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഒരു ഇടിപ്പടങ്ങൾ സക്സസ് ആയാൽ അതിന്റെ പിന്നാലെ എല്ലാവരും പോകും. കോമഡി ആണെങ്കിൽ അതിന്റെ പുറകിൽ പോകും. ഒരു ട്രെൻഡുകളുടെയും സഹായം ഇല്ലാതെ വളരെ ഭംഗിയായിട്ടൊരു സിനിമ ഉണ്ടാക്കാൻ സാധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആസിഫ് അലി തന്നെയാണ്. ആസിഫ് എന്റെ ആദ്യത്തെ ചിത്രത്തിൽ കഥ തുടരുന്നു എന്നുള്ള സിനിമയിലൊക്കെ ആസിഫ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ മോഹൻലാൽ പലപ്പോഴും പറയാറുണ്ട്, ഈ അഭിനയം എന്ന് പറയുന്നത് പന്തുകളെ പോലെയാണ്, കളിച്ചാണ് പഠിക്കുക എന്നുള്ളത്. അത് സത്യമാണെങ്കിൽ കളിച്ച് പഠിച്ച് ആസിഫ് അലി മലയാളത്തിലെ പ്രതിഭാധനരായ നല്ല നടന്മാരുടെ മുൻനിരയിലേക്ക് എത്തിയ ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. ഈ ഒരു സിനിമ മാത്രമല്ല, നമ്മൾ പൊതുവിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അങ്ങയുടെ പോസ്റ്റിലുമുണ്ട് ഒരു ആശ്വാസത്തിന്റെ സമയമാണ്. മലയാള സിനിമ വീണ്ടും നല്ല നിലയിൽ, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് സിനിമ എന്ന വലിയൊരു കല നിലനിൽക്കണമെന്ന പൊതുവികാരമാണല്ലോ നമുക്ക് എല്ലാവർക്കും. ഈ ഓണക്കാലം ആസിഫ് അലി നായകനായ കിഷ്കിന്ധാകാന്ഡം, ടൊവിനോയുടെ ചിത്രം, ARM, ആന്റണി പെപ്പയുടെ കൊണ്ടൽ, ഉമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്നിങ്ങനെ ഒരുപിടി നല്ല ചിത്രങ്ങൾ, നല്ല പ്രതികരണങ്ങൾ, അത് ഏതായാലും മലയാള സിനിമയിൽ ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയാണ് അങ്ങ് പങ്കുവയ്ക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഏറ്റവും വലിയ തെളിവ് പറഞ്ഞാൽ പ്രേക്ഷകർക്കൊന്നും ഇതൊന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ചാനലുകളിലും സിനിമക്കാർക്കിടയിലൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാകുന്നതിനൊക്കെ അപ്പുറത്ത് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന നല്ല സിനിമകൾ മാത്രമാണ്. ആ സിനിമകൾ വന്നാൽ അതിനൊപ്പം നിൽക്കാൻ അവർ തയ്യാറാണ്. അതിപ്പോ മമ്മൂട്ടി, മോഹൻലാൽ തൊട്ട് ആസിഫ് അലി വരെയുള്ള ഏത് നടന്മാരുടെ സിനിമകൾ വന്നാലും, നല്ല പടങ്ങൾ വന്നാൽ അതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ആളുകൾ തയ്യാറാണ്. അതിൽ ഞാനൊരു കുഞ്ഞൊരു കാര്യം സാറിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചോട്ടെ, ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. മലയാള സിനിമയിലേക്ക് വീണ്ടും മോഹൻലാൽ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ട് വരികയാണ് എന്നുള്ള വിവരങ്ങൾ വന്നു. അതിന്റെ കാര്യങ്ങൾ എവിടം വരെയായി? ഉടനെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ? ഞാൻ ഡിസംബർ 10 കഴിഞ്ഞാൽ 15 കൂടിയാണ് എന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. മോഹൻലാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എന്റെ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. ഞാൻ സാധാരണ ഒരു സിനിമ കഴിയാറാവുന്ന സമയത്താണ് പേരിടാറുള്ളത്. പക്ഷെ ഭാഗ്യത്തിന് ഇതിന് നേരത്തെ തന്നെ പേരിട്ടു. ഹൃദയപൂർവ്വം എന്നാണ് പേര്. ഞാനും മോഹൻലാലും കൂടി വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു 19-ാമത്തെയോ 20-ാമത്തെയോ മറ്റോ സിനിമയാണ്. കേരളത്തിലെ കുറച്ച് ഷൂട്ടിംഗ് കേരളത്തിലും ബാക്കി മുഴുവൻ പൂനെയിലുമാണ് ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഇഷ്ടാവുന്ന ഒരു സിനിമ ആവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിനാണ്. തീർച്ചയായും, എന്തായാലും അതിനു വേണ്ടിയിട്ട് കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് സാർ. ഒരുപാട് സന്തോഷം.